അങ്ങനെ നമ്മളുടെ മോറിക്യാപ്പിലെ 3-ാമത്തെ ദിവസമാണിത്. നല്ല ക്യാമ്പ് ഫയർ ആടുന്ന സ്ഥലം. കൊച്ചു എളുപ്പകാലത്ത് തന്നെ ഫ്രെയിം തപ്പി ഇറങ്ങിയിരിക്കുകയാണ് ഫോട്ടോ. ചെറുത് കൊളമ്പി പൂവിൻ്റെ ചെറുത് രസമുണ്ട്. ഓ ഇവിടെ നല്ല മഞ്ഞുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ഒരു ഫെൻസ് ഇടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കായിരുന്നു. മഞ്ഞ് 18 വയസ്സ് 81 വയസ്സ്. എനിക്ക് 18 വയസ്സും അവന് 22 വയസ്സും. നിർത്ത്, ചിൽഡ്രൻസ് പാർക്കാണ്. എന്നതും ആടേണ്ട ഊഞ്ഞാലാണ് അത്. നല്ല സൂപ്പർ വ്യൂ ആണ്. അതൊക്കെ വീട്ടിലൊരു സാധനം ഉണ്ടായിരുന്നു വാപ്പ. നമ്മുടെ വീട്ടില് തുണി ഉണങ്ങാൻ, നനഞ്ഞ തുണി ഉണങ്ങാൻ വേണ്ടി വിരിക്കുന്ന സാധനത്തില് വിലയില്ല. ഇവിടെ എത്തിയതാ. മഞ്ഞുണ്ട് വെള്ളത്തിൻ്റെ പുറത്ത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് 3-ാമത്തെ ദിവസമാണ്. ഇവിടെ ഇവരൊക്കെ വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. സമയം ഇപ്പോൾ സത്യം പറഞ്ഞാൽ 8:30 മണി കഴിഞ്ഞു കേട്ടോ. വന്നിട്ട് മെയിനായിട്ട് നടന്ന കാര്യങ്ങൾ എന്തെന്നറിയോ? ഫുഡ് അടിയും റെസ്റ്റും. വേറൊരു കാര്യം, നമ്മൾ വന്നത് എന്തിനാണ്? റിലാക്സ് ചെയ്യാൻ അല്ലേ? അപ്പൊ പിന്നെ റിലാക്സും പിന്നല്ലാണ്ട് റെസ്റ്റ്. അടിപൊളിയല്ലേ? ടൊമാറ്റോ ഇഡ്ഡലി കാണാൻ നല്ല ലുക്ക്. സ്വന്തം സാമ്പാർ. സാമ്പാർ ഇവിടെ. ഇതാ ഞാൻ എടുത്തിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം അവിടെ ഓരോ ദിവസം ഓരോ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും പോകാൻ തോന്നത്തില്ല കേട്ടോ. അതാണ് വേറൊരു വാസ്തവം. ഇത് ചങ്ങായി സിനിമയുടെ ഡയറക്ടർ സുധേഷ് സാറും കുടുംബമാണ്. അപ്പം നമ്മൾ ഡൈനിങ്ങിൽ വെച്ച് കണ്ടിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ വൈഫ് എൻ്റെ ഒരു വ്യൂവറാണ്. അങ്ങനെ പരിചയപ്പെടാനായിട്ട് അവർ വന്നതാണ്. ഇപ്പോൾ നമ്മൾ പൊക്കോണ്ടിരുന്നപ്പം ഏതോ ഒരു സ്ഥലത്തിൻ്റെ പേര് അറിയാനായിട്ട് ബോർഡൊന്നുമില്ല. പക്ഷേ നല്ല സൂപ്പർ വ്യൂ. ചുറ്റും നോക്കിക്കേ, അടിപൊളി. നല്ലൊരു തിളക്കമുണ്ട് കേട്ടോ. ഇത്
നെൽപ്പാടമാണെന്ന് തോന്നുന്നു. ക്യാമറയിൽ എത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ സൂപ്പർ. വേറെ ബഹളമോ ശബ്ദമോ ഒന്നുമില്ല. ഇവിടെ ആകെ ഡിസ്റ്റർബൻസ് ആയിട്ട് എൻ്റെ സൗണ്ട് മാത്രമായിരിക്കും ഇപ്പോൾ ഉള്ളത്. എന്ത് ശാന്തത എന്നറിയോ? അങ്ങ് കണ്ണെത്താ ദൂരത്തോളം അങ്ങ് കിടക്കാണ്. അത് ഏതോ വനമാണെന്ന് തോന്നുന്നു. ഇത് അറിയുന്നവർ, ഇത് ഏതാ സ്ഥലമെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സൂപ്പർ. ആ പൂച്ചയെ നോക്ക്, കിടന്ന് ഉറക്കം നോക്കിയേ. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഉറങ്ങുവാണ്. നോക്കിയേ, നല്ല ശ്രദ്ധ കഴിച്ചിട്ട് ഉറവ് ഇൻഡിജിനിയസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റഡി സെന്റർ 25 വർഷം ആവാറായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നമ്മള് മുളയിലാണ് വർക്ക് ചെയ്യുന്നത്. മുള നഴ്സറി മുതൽ മുള കൺസ്ട്രക്ഷൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെയുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്, മിക്കവാറും സ്ത്രീകളാണ്. ഇവിടെ തന്നെയുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന കുറെ തരം പ്രോഡക്ട്സ് ആണ്. നിങ്ങൾക്ക് എനിക്കൊന്ന് പേന മുതല് ലൈറ്റുകള്, യൂട്ടിലിറ്റി പ്രോഡക്ട്സ്, കോർപ്പറേറ്റ് പ്രോഡക്റ്റുകൾ, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്. ഇതല്ലാതെ നമ്മൾ ട്രെയിനിങ്സ് കൊടുക്കും. നമ്മുടെ പിന്നെ മേജർ സെഗ്മെന്റ് കൺസ്ട്രക്ഷൻ ആണ്. ഇന്റീരിയേഴ്സും കൺസ്ട്രക്ഷൻ പ്രോപ്പർ ആയിട്ട് ബാമ്പു മുള കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന കൺസ്ട്രക്ഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ബാമ്പു കൊണ്ട് എങ്ങനെ ഒരു ഓഫീസ്? അതെ, ഇതിന് വേണ്ടിയുണ്ടോ ചട്ടുകം? ഈ ചട്ടുകം ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. അച്ചൊന്നുമല്ല, ഈ ചേച്ചിയുടെ കരവിരുത് പോലെ ഇരിക്കും അല്ലേ ചട്ടുകം തയ്യാറായി? ഓരോരുത്തരുടെ കരവിരുത് പോലെ തന്നെ ഇരിക്കും. നമ്മുടെ ചട്ടുകത്തിന്റെ ആ ഹാൻഡിലുണ്ടല്ലോ, അത് പോളിഷ് ചെയ്തെടുക്കുകയാണ്. ചിരട്ട തവിയാക്കുന്ന ഈ ചിരട്ട നമ്മുടെ ചിരട്ടയാണ്. കണ്ടോ, ഇത് പോളിഷ് ചെയ്തെടുത്ത തവിക്ക് വേണ്ടിയിട്ട് പപ്പടം കുത്തിയാണ്. കണ്ടോ, അതുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. കർട്ടൻസ് ഉണ്ടാക്കുമ്പോൾ കണ്ടോ അവരെത്ര ബുദ്ധിമുട്ടിയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. കാരണം ഈ ഒരു ബാമ്പൂന്ന് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത് എത്ര എണ്ണം വേണമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു കർട്ടൻ റെഡിയായി വരണമെങ്കിൽ. പിള്ളേർ കളിയാക്കാനല്ല, സപ്പോർട്ട് ചെയ്യാനാണ്. വാപ്പാടെ ഉണ്ടാണ് ഇത് ഫ്ലാറ്റ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴും എൻ്റെ കുറേ വ്യൂവേഴ്സിനെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. ശരിക്കും ഞാൻ എപ്പോഴും പറയത്തില്ലേ, എൻ്റെ സന്തോഷങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. നമ്മുടെ തിരുവനന്തപുരത്ത് കിട്ടാത്ത നല്ല അടിപൊളി സാധനം എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. ടൂർണമെന്റ് നടക്കാണ്. പോലീസുകാരുണ്ട്. ഇത് സിനിമയിലൊക്കെ ഇല്ലേ കണ്ടിട്ടുള്ളൂ, പെനാൽറ്റി ഷൂട്ട് ഔട്ട്.
അതല്ല ഞാൻ ഉദ്ദേശിച്ച ഇങ്ങനെ ആൾക്കാർ കാണാൻ നിൽക്കുന്നു ടിവിയിലല്ലേ സ്പോർട്സ് ചാനൽ. അങ്ങനെ നമ്മൾ കറക്കമെല്ലാം കഴിഞ്ഞു, ഭക്ഷണം കഴിച്ചു. 5:15 മണിയായപ്പോഴേക്ക് നമ്മൾ നമ്മളുടെ റിസോർട്ടിലേക്ക് എത്തി. കൂടടഞ്ഞു. അങ്ങനെ നമ്മൾ 3 ദിവസത്തെ സ്റ്റേക്ക് ശേഷം ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും താമസിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു വിഷമമാണ് കേട്ടോ, ചെറിയൊരു വിഷമം. എനിക്കങ്ങനെയാണ് കേട്ടോ, എന്നെപ്പോലുള്ളവരും ഉണ്ടാവുമല്ലോ നമ്മുടെ കൂട്ടത്തിൽ. സുൽത്താൻ, നമ്മൾക്ക് പോണേൽ വിഷമമുണ്ടോ? ഉണ്ടോ? പുതിയൊരു യാത്ര തേടി, പുതിയൊരു സ്ഥലം തേടി. ഉടനൊന്നും ആയിരിക്കില്ല കേട്ടോ, അത് വേറെ സംഭവം. ഇപ്പൊ തന്നെ നമ്മൾ എത്ര നാളിന് ശേഷമാ ഇതുപോലൊരു ട്രിപ്പ് വന്നത്. അതെ അതെ. അങ്ങനെ നമ്മളുടെ 3 ദിവസത്തെ അടിച്ചു പൊളിക്ക് ശേഷം സുഖകരമായ വാസത്തിന് ശേഷം അതുപോലെ നല്ല നല്ല നിമിഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ തിരിച്ച് മടക്കയാത്ര ഒരു വിഷമമാണ് കേട്ടോ, എന്നെ സംബന്ധിച്ച്. അപ്പൊ എന്നെ പോലെയുള്ള ആൾക്കാർ ഉണ്ടാവുമായിരിക്കാം. എനിക്കിതൊക്കെ ഭയങ്കര ഒരു വിഷമമാണ്. ഇനിയും ഇതിനേക്കാൾ നല്ല യാത്രകൾ നമ്മളുടെ ജീവിതത്തിൽ വരട്ടെ എന്ന് ഞാൻ പടച്ചവനോട് ദുആ ചെയ്യാറുള്ളൂ. അപ്പൊ ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലേക്കാണ്. ഈ റോഡ് പൊങ്ങി പൊങ്ങി പൊങ്ങിയ കടയൊക്കെ താന്നു നോക്കി, വളരെ താഴെ. ഇവിടെയും പള്ളിയുണ്ട്. അതെ, തലശ്ശേരിക്കാരെ ഒറോട്ടി എന്ന് പറയും. ഇത് ഒറട്ടി ഇങ്ങനെ പരത്താനാ? ഇതാണ് ഒറട്ടിക്കല്ല്. നമുക്ക് അതിനെ കുറിച്ച് ഒരു ഐഡിയ അറിയില്ല. അങ്ങനെ കൊടുത്തു വെച്ചാൽ അത് സാധനം തരുന്നത് അവർ വരുമ്പോൾ മാത്രമേ പക്ഷെ ഇത് നമുക്ക് ഗ്യാസിൽ പറ്റുമോ? ഗ്യാസിൽ യൂസ് ചെയ്യുന്നതന്നെ. ഇത് ഒരെണ്ണേ ഉള്ളൂ, ഒരു പീസേ ഉള്ളത്. 12 പീസ് കൊടുത്ത് തീർന്ന സാധനം. ഇതാണ് നമ്മുടെ നാട്ടുകാർ പറയില്ലേ വായു ഗുളിക വാങ്ങിക്കാൻ പോണെന്ന്. സംഭവം ഇതാണ്. വണ്ടി നിർത്താതെ പോകുമ്പോ ഭയങ്കര സ്പീഡിൽ പോകും. അപ്പൊ നമ്മൾ ഇവിടെ പറയാമെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ പറയാറുണ്ട് വായുഗുളി വാങ്ങിക്കാൻ പോണ. ആ വായുഗുളിയാണ് ഇത്. എന്ത് വാങ്ങിച്ച സമയം? എനിക്ക് മുറം. പക്ഷെ നമ്മുടെ വണ്ടിയിൽ തീരെ സ്ഥലമില്ല, വലിയ പ്രശ്നം. എനിക്കിവിടെ വന്ന് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എല്ലാം വാങ്ങിക്കണമെന്നുണ്ട്. ഫസ്റ്റ് എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നിയത് ഈ ചെയർ. ഈ ചെയർ വാങ്ങിക്കണമെന്ന് തോന്നി. പിന്നെ ഇവിടെ നല്ല ചട്ടികള്, നമ്മുടെ ട്രിവാൻഡ്രത്തൊന്നും കാണാത്ത ടൈപ്പിലുള്ള ചട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് വാങ്ങിക്കാൻ വണ്ടിയിൽ സ്ഥലമില്ല. അടുപ്പ്, ഈ അടുപ്പിനല്ലേ ഇത് കണ്ടോ, കോരി എടുക്കാൻ. കോരി കൊത്തക്കല്ല് എന്ന് പറയും. ഇത് ഇത്ര ഞാൻ കൊണ്ടുപോവാണ്. ഞാൻ എവിടെ വയ്ക്കുന്നുള്ള അറിയത്തില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ തലയിലെങ്കിലും വെച്ചോണ്ടിരിക്കും. ഉറവില്ലേ, ആ ഉറവിന്നാണ് ഇവിടത്തെ ഈ സാധനങ്ങളൊക്കെ. ഓക്കെ ഓക്കെ, നിങ്ങൾ തന്നെയാണോ? അതെ, ഉറവിലേക്കാണോ? അല്ല, ഞങ്ങൾ വൈഫിന്റെ നമ്പറാണ് 916. ശരി ശരി. എന്താ പേര്? എൻ്റെ പേര് അനീഫ. ഓക്കെ. ഇറങ്ങി അതിലേക്ക് പോയി ചുറ്റി മല ചുറ്റി താഴെ ഇറങ്ങുന്നതാണ്ട്. അതാണ് അതിലേ വരുന്നത്. വന്നതാ നേരെ ഇതിലേ ചുറ്റി കറങ്ങി അവിടെ എത്തും. കറങ്ങിയാണ് പോണത്.
റോഡ് പണി കിടക്കുന്നതുകൊണ്ട് ഒരു വഴിയിലേ സഞ്ചാരമുള്ളൂ. ബസ്സിന്റെ പേര് നോക്ക്, സ്ഥലപ്പേര് കണ്ട, അടിവാരം. അടിവാരം അന്ന് നമ്മൾ അങ്ങോട്ടേക്ക് അടിവാരം എന്ന് പറഞ്ഞില്ലേ? അപ്പോഴത്തേക്ക് കാര്യം പറഞ്ഞേ. അപ്പൊ ആരോ കമന്റ് ചെയ്ത് അടിവാരം അല്ല താഴ്വാരമാണെന്ന്. അത് മോഹൻലാലിന്റെ സിനിമയാണ് താഴ്വാരം അല്ലേ? ഇത് പണ്ടത്തെ സിനിമ അടിവാരം. എന്തൊക്കെ പണി നടക്കുന്നുണ്ടാണ് ഇവിടുത്തെ റോഡിൽ കുറച്ചൊക്കെ വളവൊക്കെ വീതി കൂട്ടുന്നു.